ഞാനിന്ന് ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ, ഈ ഫുള്ള് മാങ്ങ വേണ്ട, പുളി കുറവാണെന്നിരുന്നാലും ആൾക്കനുസരിച്ച് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പകുതി എടുക്കുന്നുള്ളൂ. അതിനാവശ്യമായിട്ട് ഒരു പച്ചമുളക്, ഇഞ്ചിയും ഒരു ചെറിയൊരു കഷ്ണം മതി, ചെറിയുള്ളി, വെളുത്തുള്ളി കേട്ടോ, പിന്നെ വേപ്പില, പിന്നെ കുറച്ച് തൈര്. അപ്പം ഞാൻ നല്ലപോലെ തുണി കളഞ്ഞ് കഷ്ണങ്ങളാക്കട്ടെ കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ നാളികേരക്കൊത്തും കൂടിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നാളികേരക്കൊത്തും മാങ്ങയാണ് കേട്ടോ ആദ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട ചോറിനാനായിട്ട് കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനൊരു 3 മുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം, എന്നാലാണ് ആ ചട്നീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലോട്ട് ഇനി പുതിനയുടെ ഇല ചേർക്കാം കേട്ടോ. ഞാൻ പുതിനയുടെ ചമ്മന്തി ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അതും കൂടി ആഡ് ആക്കാവുന്ന കാരണമാണ് പുതിന ഇവിടെ എക്സ്ട്രാ ചേർക്കാത്തത്. അതും കൂടി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം നല്ല പോലെ ഒന്ന് അരച്ചിട്ട്, അപ്പോൾ ഇത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ആഡ് ചെയ്യാം. തൈരും കൂടി ആഡ് ചെയ്ത് മിക്സാക്കാം. നല്ല പോലെ ഞാൻ തൈരൊക്കെ ചേർത്ത് നല്ല പോലെ ഇളക്കി കൂട്ടി ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ ഇത് പതപ്പിക്കാനൊന്നും അടുപ്പത്ത് വെച്ചൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ, താളിച്ചയിൽ ഒഴിക്കുക വേണ്ടത്. ഞാൻ താളിച്ചെടുപ്പിക്കട്ടെ. ഞാനൊരു തവിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, കുറച്ച് ഉലുവ, അതുപോലെ തന്നെ കടുക്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പൊട്ടി വന്നാൽ അത് വയ്ക്കും. അപ്പോൾ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാൻ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണേ. ഇതുപോലുള്ള ചെറിയ കുഞ്ഞു ടിപ്സുകളും റെസിപ്പികളൊക്കെ ഉണ്ട് ചാനലിൽ, എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ഉപയോഗിക്കാം, നേരിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇത് ചട്നി നമ്മളെ ഇഡ്ഡലി ദോശയ്ക്കും വെറുതെ ചോറിനാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇതുപോലെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള നല്ലൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തൊലി കളയാതെ തന്നെ കൊത്തി അരിഞ്ഞാണ് കേട്ടോ, അരിഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു 2 എണ്ണം എടുത്തിട്ട് ഞാൻ അങ്ങനെ അച്ചാർ ഇടുന്നുള്ളൂ. ഒരെണ്ണം വേറൊരു കറി വെക്കാനും ഒരെണ്ണം ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മാങ്ങ എടുത്തിട്ട് നല്ലപോലെ 2 മാങ്ങ എടുത്ത് നല്ലപോലെ കഴുകി അരിയട്ടെ കേട്ടോ. മാങ്ങ ഇങ്ങനെ ചെറിയ കുഞ്ഞു കഷ്ണാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തേക്കണേ, കുഞ്ഞു കഷ്ണാക്കിയിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ നൈസായിട്ട് കുഞ്ഞാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇനി ഉണ്ടല്ല, ഈ സവാള നമുക്ക് ഇതിലോട്ട് ഇടാം. അല്ല, സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കല്ലുപ്പിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സുർക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് നല്ല പോലെ തിരുമ്പി കൂട്ടുന്നത് നല്ലത് കേട്ടോ. പക്ഷേ എൻ്റെ കൈ മുളക് തട്ടുമ്പോഴത്തേനും ഭയങ്കര ചുട്ടുനീറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ടീസ്പൂൺ കൊണ്ടാക്കുന്നത് കേട്ടോ. കൈ കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ യൂസാക്കാം, തീയൊന്നും കത്തിക്കേണ്ട. പക്ഷെ നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്. മാങ്ങ കുട്ടികൾ കഴിക്കില്ലേ, ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. അപ്പം അതുപോലെ ഇത് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ആയാലും കഴിക്കാം കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളിയാണ്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം, വെറുതെ ഇങ്ങനെ കോരി തിന്നാം കേട്ടോ. കാണുമ്പോൾ തന്നെ വായിൽ തന്നെ വെള്ളം വരും. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നുണ്ട്. അതെല്ലായിടത്തേക്കും നല്ല കൈ കൊണ്ട് ഇതാക്കണം, അപ്പോഴാണ് അതിൻ്റെ അത് കിട്ടുക. കൈ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഇതിങ്ങനെ കോരി കഴിക്കാം, ഉപ്പും മുളകും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക്. ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട്, ജ്യൂസ് അടിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മാങ്ങ എടുത്തിട്ട് നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന്
നുറുക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഒക്കെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 2 തണ്ട് പുതിനയുടെ ഇലയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വെള്ളമില്ലാണ്ട് അരച്ചെടുക്കട്ടെ, എന്നാലാണ് നന്നായി അരയുള്ളൂ. അപ്പോൾ നല്ല പോലെ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് അരക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. ലെമൺ ജിഞ്ചർ സ്ക്വാഷ് ഉണ്ട്, അതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പറ്റണവരൊന്ന് കണ്ടു നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും ഈ വേനൽച്ചൂടിനൊക്കെ കുടിക്കാനായിട്ട്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാനും പുളി ഇതാവാനും ഒത്തിരി ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് തണുത്ത വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒന്നും കൂടിയും അതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിനനുസരിച്ച് നീട്ടിയെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള, ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യട്ടെ. അപ്പോൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് കുടിക്കാനും നല്ലൊരു ദാഹം മാറാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. ഒരു മാങ്ങൊക്കെ മതി കേട്ടോ, ഇഷ്ടം പോലെയാണ്. ഇത് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കാം. പച്ചവെള്ളം കുടിക്കുമ്പോൾ വയറ് നിറയാന്നല്ലാതെ ദാഹം മാറണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചൂടിൽ നിന്നും ഒരു ക്ഷീണം ഒക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ ഞാൻ ഇതിൽ ഈ മാങ്ങ വെച്ചിട്ട് തന്നെ ചട്നി ഉണ്ടാക്കിയതുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു അച്ചാറുണ്ട്, ജ്യൂസ് ഉണ്ട് കേട്ടോ. എല്ലാം ഈ ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.